ഹലോ USM പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് 6 മാസം കഴിഞ്ഞിട്ടാണ്, പക്ഷേ നിങ്ങൾക്ക് 3 ആഴ്ചക്കുള്ളിൽ US എത്തണം. പക്ഷേ US എംബസി ഇന്ത്യയിലും മറ്റുള്ള രാജ്യങ്ങളിലും ഒക്കെ US എംബസിക്ക് ഒരു എക്സ്പെഡിറ്റഡ് അപ്പോയിൻമെൻറ്റിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ വിഷയത്തെക്കുറിച്ചാണ്. എക്സ്പെഡിറ്റഡ് അപ്പോയിൻമെൻറ്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ വീഡിയോയുടെ അവസാനത്തോടെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ എന്താണ് എക്സ്പെഡിറ്റഡ് അപ്പോയിൻമെൻറ്റ്? നമ്മൾ ഏജൻറ്റിൽ കാശ് കൊടുത്ത് മേടിക്കുന്ന അപ്പോയിൻമെൻറ്റ് അല്ല എക്സ്പെഡിറ്റഡ് അപ്പോയിൻമെൻറ്റ്. മെഡിക്കൽ എമർജൻസി, അൺഫോർസീൻ എമർജൻസി മീറ്റിങ്ങുകൾ, നിങ്ങളുടെ അക്കാദമിക് ഇയർ സ്റ്റാർട്ടിങ്, അങ്ങനെയുള്ള എമർജൻസി ആയിട്ട് നിങ്ങൾക്ക് US എത്താൻ വേണ്ടിയിട്ടുള്ള സമയത്ത് മാത്രമാണ് ഈ ഒരു പ്രൊവിഷൻ നിങ്ങൾക്കുള്ളത്. അപ്പം അതിന് പലരുടെ വിചാരം എമർജൻസി അപ്പോയിൻമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസ ഉറപ്പായിട്ടും ഗ്യാരണ്ടി ആണെന്നുള്ള അല്ല, ഒരിക്കലും അല്ല. എമർജൻസി അപ്പോയിൻമെൻറ്റ് കിട്ടിയാലും ഇൻ്റർവ്യൂ പാസ്സാകാതെ നിങ്ങൾക്ക് വിസ കിട്ടില്ല. സോ ദ $1 million question here, who qualifies for the expedited appointment? നമ്പർ 1, മെഡിക്കൽ എമർജൻസി ആണ്. നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ഒരാളോ ഫാമിലി മെമ്പറോ അർജൻറ്റ് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് വേണം US അതിൻ്റെ കേസിൽ നിങ്ങൾക്ക് നമ്മുടെ ഹോം കൺട്രിയിലുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ലൈസൻസ് ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്ത് കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ, അർജൻസി എല്ലാം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ കേസിൽ എക്സ്പെഡിറ്റഡ് അപ്പോയിൻമെൻറ്റ് എടുക്കാൻ പറ്റും. നമ്പർ 2, ഡെത്ത് ഓഫ് എ ഫാമിലി മെമ്പർ ഓർ ഫ്യൂണറൽ. ഇപ്പോൾ ഒരു ക്ലോസ് ഫാമിലി മെമ്പർ ആരെങ്കിലും മരിച്ചു, അപ്പം അവിടെ ആരെ സപ്പോർട്ട് ചെയ്യാനോ അവരുടെ കാര്യങ്ങൾ നോക്കാൻ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഒരു ഡെത്ത് സർട്ടിഫിക്കറ്റോ ഒരു ലെറ്റർ ഫ്യൂണറൽ ഹോമിൽ നിന്നുള്ളൊരു ലെറ്ററോ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പ്രോപ്പർ ഡോക്യുമെൻറ്റേഷൻ സർവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സ്പെഡിറ്റഡ് അപ്പോയിൻമെൻറ്റ് അപ്ലൈ ചെയ്യാം. നമ്പർ 3 എന്ന് പറഞ്ഞാൽ അർജൻറ്റ് ബിസിനസ് ട്രാവൽ. ഒരു ടൈം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വളരെ ഹ്യൂജ് ബിസിനസ്സിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബിസിനസ് മീറ്റിങ്ങോ ഒരു ബിസിനസ് എഗ്രിമെൻറ്റോ, അങ്ങനെ ഒരു മോർ ദാൻ $50,000 ഒരു ഫൈനാൻഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുള്ള ബിസിനസ് പർപ്പസസ്. അതായത് നിങ്ങൾ അവിടെ പോയില്ലെങ്കിൽ ഒരു $50,000 എങ്കിലും നഷ്ടപ്പെടും, അല്ലെങ്കിൽ ആ ഒരു ത്രഷോൾഡ് മീറ്റ് ചെയ്യുന്ന ബിസിനസ് ട്രാവൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് അർജൻറ്റ് ബിസിനസ് ട്രാവലിന് വേണ്ടിയുള്ള എക്സ്പെഡിറ്റഡ് അപ്പോയിൻമെൻറ്റിന് എലിജിബിൾ ആണ് നിങ്ങൾ. 4മത്തെന്ന് പറയുമ്പോൾ അക്കാദമിക് റീസൺസ് ആണ്. ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണെന്ന് വെക്കുക, നിങ്ങൾക്ക് ഒരു I-20 അല്ലെങ്കിൽ DS 2019, അപ്പോൾ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് 60 ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നു, നിങ്ങൾക്ക് അതിനുള്ളിൽ അവിടെ എത്തണം. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ നിങ്ങളുടെ കോളേജിൽ നിന്നുള്ള ലെറ്ററും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പെഡിറ്റഡ് അപ്പോയിൻമെൻറ്റിന് അപ്ലൈ ചെയ്യാം. 5മത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റേറിയൻ റീസൺസ്. അതായത് നിങ്ങളുടെ ഫാമിലി മെമ്പർ ആയെങ്കിൽ ക്രിട്ടിക്കലി ഇല്ലായിട്ട് അവിടെ സഹായിക്കാൻ ആരുമില്ലാതെ ജീവശ്വാസം വലിച്ചുകൊണ്ട് കിടക്കുന്ന സമയത്ത് ഹ്യൂമാനിറ്റേറിയൻ റീസൺ നിങ്ങൾക്ക് പോകാം. അതല്ലെങ്കിൽ എന്തെങ്കിലും കമ്പാഷനേറ്റ് ആയിട്ടുള്ള ചാരിറ്റബിൾ പർപ്പസ്, അതായത് എന്തെങ്കിലും ഒരു ഫ്ലഡിൽ നിങ്ങൾ റിലീഫിന് പോകുന്നു, അല്ലെന്നുണ്ടെങ്കിൽ റെഡ് ക്രോസിൻ്റെ ഒരു വോളണ്ടിയർ ആയിട്ട് പോകുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഹ്യൂമാനിറ്റേറിയൻ റീസൺസ് ഉണ്ടെങ്കിൽ ആ ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സോ നമ്മൾ ഈ 5 റീസൺസ് കണ്ടു. ഈ 5 റീസൺസ് മാത്രമാണ് US വിസയുടെ എക്സ്പെഡിറ്റഡ് അപ്പോയിൻമെൻറ്റ് നിങ്ങൾക്ക് കിട്ടാനുള്ള മാർഗങ്ങൾ. സോ എല്ലാ എമർജൻസികളും ക്വാളിഫൈഡ് ആണെന്നുള്ള വിചാരം മാറ്റി വെച്ചേര്. ആരൊക്കെയാണ് ക്വാളിഫൈ അല്ലാത്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. കല്യാണം അറ്റൻഡ് ചെയ്യാൻ പോകുന്നവർ, ഗ്രാജുവേഷൻ സെറമണി, പ്രഗ്നൻ്റ് ആയിട്ടുള്ള റിലേറ്റീവ്, ഒരു ബിസിനസ് ഏതെങ്കിലും സാധാരണ ബിസിനസ് കോൺഫറൻസുകൾ, പ്രൊഫഷണൽ സെമിനാറുകൾ, അതൊന്നും ക്വാളിഫൈ ആകത്തില്ല. പിന്നെ ഒരു ലാസ്റ്റ് മിനിറ്റ് ടൂറിസമോ വെക്കേഷനോ അതും ക്വാളിഫൈ ആകത്തില്ല. അപ്പം അപ്ലൈ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് പോകാൻ അത്യാവശ്യം ഉണ്ടെന്നുള്ള കൊണ്ട് എക്സ്പെക്റ്റഡ് അപ്പോയിൻമെൻറ്റ് നിങ്ങൾ ക്വാളിഫൈ ആകുന്നില്ല. പക്ഷേ നിങ്ങൾ പോകാത്തത് കൊണ്ട് അവിടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ മാത്രമാണ് നിങ്ങളുടെ എക്സ്പെക്റ്റഡ് അപ്പോയിൻമെൻറ്റ് ക്വാളിഫൈ ആകുക. പിന്നെ എക്സ്പെക്റ്റഡ് അപ്പോയിൻമെൻറ്റിൻ്റെ കേസിൽ നിങ്ങൾ കൊടുക്കുന്ന പ്രൂഫ് US എംബസി കൃത്യമായിട്ട് അത് വെരിഫൈ ചെയ്യും. ഇപ്പം ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഡോക്ടറെ അല്ലെങ്കിൽ കൃത്യമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് മിസ്ലീഡ് ചെയ്യാനായിട്ട് ഫേക്ക് ആയിട്ട് ഡോക്യുമെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി പെർമനൻ്റ്ലി ബാൻഡ്. പിന്നെ നിങ്ങൾക്ക് മേലെ ഒരു US വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ ഫേക്ക് ഡോക്യുമെൻറ്റ്സ് ഒരിക്കലും എക്സ്പെക്റ്റഡ് അപ്പോയിൻമെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുക്കരുത്. സോ നിങ്ങൾ എക്സ്പെക്റ്റഡ് അപ്പോയിൻമെൻറ്റ് റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ട 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഫസ്റ്റ്, നിങ്ങൾ DS 160 ഫോം കംപ്ലീറ്റ് ചെയ്യുക. കൺഫർമേഷനും അതിൻ്റെ ഫുൾ കോപ്പി എടുത്ത് നിങ്ങൾ വെക്കുക. 2ാമത് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ DS 160 കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നിങ്ങൾ വിസ ഫീസ് അടച്ചിട്ട് MRV ഫീസ്, ആപ്ലിക്കേഷൻ ഫീസ് അടച്ച് അത്
അതിന് മുമ്പ് ഈ ഫീസ് അടച്ചിരിക്കണം. മൂന്നാമത്തത് ഒരു റെഗുലർ അപ്പോയിൻമെൻറ്റ്, ഒരു വർഷത്തിന് മുമ്പുള്ള കഴിഞ്ഞുള്ളതോ 6 മാസം കഴിഞ്ഞുള്ളതോ എപ്പോഴാണോ അവൈലബിൾ ആയിട്ടുള്ള ഒരു റെഗുലർ അപ്പോയിൻമെൻറ്റ് നിങ്ങൾ സൈറ്റ് വഴി എടുക്കേണ്ട. സോ ഫോർ എക്സാമ്പിൾ ഇന്ന് ഞാൻ ആപ്ലിക്കേഷൻ ചെയ്താൽ ഞാൻ വിസ ഫീസ് അടച്ചു, എനിക്ക് ഞാൻ സൈറ്റിൽ നോക്കുമ്പോഴത്തേക്ക് കാണുന്ന ഡേറ്റ് എന്ന് പറയുമ്പോൾ അടുത്ത വർഷം സെപ്റ്റംബർ വിചാരിക്കുക. സോ ആ ഒരു റെഗുലർ ഡേറ്റ് ഫസ്റ്റ് എടുത്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ അപ്പോയിൻമെൻറ്റ് തന്നെ എക്സ്പെഡിറ്റഡ് അപ്പോയിൻമെൻറ്റിന് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും. സോ വെരി ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അപ്പോയിൻമെൻറ്റ് ഡേറ്റ് ഒരിക്കലും ക്യാൻസൽ ചെയ്യരുത്. എക്സ്പെക്റ്റഡ് അപ്പോയിൻമെൻറ്റ് റിക്വസ്റ്റ് അവർ അപ്രൂവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ക്യാൻസൽ ആകുള്ളൂ കേട്ടോ. അപ്പോൾ സോ നിങ്ങളായിട്ട് അത് എക്സ്പെക്റ്റഡ് അപ്പോയിൻമെൻറ്റിന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ക്യാൻസൽ ചെയ്യരുത്. സോ ഞാനത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ visa.scheduling.com പോർട്ടലിൽ പോവുക, അവിടുന്ന് മൈ അപ്പോയിൻമെൻറ്റ് റിക്വസ്റ്റ് പോവുക, അത് കഴിഞ്ഞിട്ട് വ്യൂ ഡീറ്റെയിൽസ് കൊടുക്കുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് എമർജൻസി റിക്വസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, ഓർ റിക്വസ്റ്റ് എക്സ്പെഡിറ്റ് എന്ന് പറഞ്ഞിട്ട്. സോ ഇത് കൺഫേംഡ് അപ്പോയിൻമെൻറ്റ് ഉള്ളവർക്ക് മാത്രമേ ഇത് പറ്റുള്ളൂ. അപ്പോൾ അവർ അവിടെ ഒരു ഫോം ഫില്ല് ചെയ്യാൻ പറയാം നിങ്ങളോട്. കുറേ ഡീറ്റെയിൽസ് എൻട്രി ചെയ്യേണ്ടി വരും. നിങ്ങളുടെ റീസൺ ഫോർ എമർജൻസി, യുവർ ഡേറ്റ് ഓഫ് ട്രാവൽ, ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് യുവർ എമർജൻസി, സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ടാവും. സോ അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള എമർജൻസി റിക്വസ്റ്റുകൾ എഴുതണം. ഫോർ എക്സാമ്പിൾ, my father was diagnosed with stage 3 cancer on March 15, 2026. He is oncologist at Johns Hopkins Medical Center at Baltimore has scheduled a critical surgery for April 20th, 2026. I need to travel to the United States to be present and provide care. I have attached the medical records and the doctor's letter. So ഇത്രയും സ്പെസിഫിക് ആയിട്ടുള്ള നിങ്ങളുടെ ക്ലിയർ എമർജൻസി ഡിസ്ക്രിപ്ഷൻ നമ്മൾ എഴുതണം. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. ഡോക്ടർ ലെറ്റർ ആയാലും നിങ്ങളുടെ അക്കാദമിക് ലെറ്റർ ആയാലും I-20 ആയാലും TS 2009 ആയാലും എല്ലാം നിങ്ങൾ അറ്റാച്ച് ചെയ്ത് വെക്കുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് ഇമെയിൽ വരും. ഒരു 7 വർക്കിംഗ് ഡേയ്ക്കുള്ളിൽ നിങ്ങൾക്ക് മാക്സിമം നമുക്ക് വരുന്നത് ഒരു 1 to 2 വർക്കിംഗ് ഡേയ്സിൽ വരും. ചിലപ്പോൾ 7 ദിവസം വരെ വെരിഫിക്കേഷൻ വേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ 7 ദിവസം വരെ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ എന്നാലും നിങ്ങൾക്ക് ജെന്യുവൻ കേസാണ്, ഗ്യാരണ്ടീഡ് ആണ്. നിങ്ങളുടെ ഇമെയിൽ എപ്പോഴും നിങ്ങൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. സോ നിങ്ങളുടെ എമർജൻസി റിക്വസ്റ്റ് അപ്രൂവ് ആയെന്ന് വിചാരിക്കുക. നിങ്ങൾ ഇമെയിൽ കിട്ടി, യുവർ റിക്വസ്റ്റ് ഹാസ് ബീൻ അപ്രൂവ്ഡ്. അപ്പോൾ അത് മാനുവലായിട്ട് നിങ്ങൾ തന്നെ റീസ്കെഡ്യൂൾ ചെയ്യണം. നിങ്ങൾ പോയിട്ട് റീസ്കെഡ്യൂൾഡ് അപ്പോയിൻമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അപ്പോയിൻമെൻറ്റ് നിങ്ങളുടെ ട്രാവൽ ഡേറ്റിന് അടുത്തുള്ള ഒരു ഡേറ്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് സിസ്റ്റത്തിൽ കാണാൻ പറ്റും. കാരണം നിങ്ങൾക്ക് മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ, വേറെ ആർക്കും അത് അവൈലബിൾ ആയിരിക്കില്ല. സോ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക, റീസ്കെഡ്യൂൾ ചെയ്യാൻ ശ്രമിക്കുക. ബിക്കോസ് നിങ്ങൾക്ക് വേണ്ടാന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ചിലപ്പോൾ ആ സ്ലോട്ട് വേറെ ആൾക്കാർക്ക് പോകാൻ സാധ്യതയുണ്ട്. സോ റിക്വസ്റ്റ് അപ്രൂവ് ആയി കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ US വിസ സ്കെഡ്യൂളിംഗ് പോർട്ടലിൽ പോയിട്ട് റീസ്കെഡ്യൂൾ അപ്പോയിൻമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡേറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പം നിങ്ങളുടെ എമർജൻസി അപ്പോയിൻമെൻറ്റ് റിക്വസ്റ്റ് ഡിനൈ ചെയ്യുന്നത് വെച്ചുള്ളൂ. പക്ഷേ നിങ്ങളുടെ ഒറിജിനൽ ഡേറ്റ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ പിന്നെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോഴല്ല, അപ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് സ്ട്രോങ് ഡോക്യുമെൻറ്റേഷൻ വെച്ചിട്ട് വേണമെങ്കിൽ അപ്ലൈയും ചെയ്യാം. അപ്പം അങ്ങനത്തെ ഓപ്ഷനുകൾ ഉണ്ട് കേട്ടോ. സോ ലെറ്റ് us ടോക്ക് അബൌട്ട് ഡോക്യുമെൻറ്റ്സ്. ഫോർ ഓൾ കാറ്റഗറീസിൽ വേണ്ട കോമൺ ഡോക്യുമെൻറ്റ്സ് ആദ്യം പറയാം. DS-160 കൺഫർമേഷൻ വേണം, വാലിഡ് പാസ്പോർട്ട്, വിസ ഫീ പേയ്മെൻറ്റ് റെസിപ്റ്റ്, കറണ്ട് അപ്പോയിൻമെൻറ്റ് ലെറ്റർ, ട്രാവൽ ഐറ്റിനറി ഓർ ഫ്ലൈറ്റ് ബുക്കിംഗ്. അത് ഓപ്ഷനിലാണ്, അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ എമർജൻസി അപ്പോയിൻമെൻറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്കത് കാണിക്കുന്നത് നന്നായിരിക്കും. ഫോർ മെഡിക്കൽ എമർജൻസി ആണെങ്കിൽ ഒരു ട്രീറ്റിംഗ് ഫിസീഷ്യൻ്റെ ലെറ്റർ വേണം, എക്സ്പ്ലെയിനിങ് ദ മെഡിക്കൽ കണ്ടീഷൻ, അർജൻസി ആൻഡ് നെസസിറ്റി ഓഫ് US ട്രീറ്റ്മെൻറ്റ്. പിന്നെ ഹോസ്പിറ്റൽ അപ്പോയിൻമെൻറ്റ് കൺഫർമേഷൻ ഓഫ് സർജറി സ്കെഡ്യൂൾ വേണം, മെഡിക്കൽ റെക്കോർഡ്സ് വേണം, പ്രൂഫ് ഓഫ് ട്രീറ്റ്മെൻറ്റ് ഇഫ് അൺഅവൈലബിൾ ലോക്കലി. ഇപ്പോൾ ലോക്കലി ഉള്ള നാട്ടിൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ലെറ്റർ നമുക്ക് വേണം. പിന്നെ ഇതിൻ്റെ ടെലിമെഡിസിൻ കൺസൾട്ടേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡ്സും വേണം. അതിപ്പോൾ ചില എംബസികൾക്ക് മണ്ടേറ്ററി ആണ്. ടെലിമെഡിസിൻ കൺസൾട്ടേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റെക്കോർഡ്സും കാണിക്കണം. ഇപ്പോൾ ഡെത്ത് ഫ്യൂണറൽ ആണെങ്കിൽ നമുക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം, ലെറ്റർ ഫ്രം ഒരു ഫ്യൂണറൽ ഹോമിൽ നിന്നുള്ള ലെറ്റർ വേണം, അല്ലെങ്കിൽ ഫാമിലി മെമ്പർ, നിങ്ങളുടെ ഏതെങ്കിലും ക്ലോസ് ഫാമിലി മെമ്പർ US ഉണ്ടെങ്കിൽ അവരുടെ നിന്നുള്ള ലെറ്ററും വേണം. പിന്നെ പ്രൂഫ് ഓഫ് റിലേഷൻഷിപ്പും ഡിസീസ്ഡ് ആയിട്ടുള്ള ആളുമായിട്ടുള്ള പ്രൂഫ് ഓഫ് റിലേഷൻഷിപ്പും നിങ്ങൾക്ക് വേണ്ടി വരും. പിന്നെ അർജൻറ്റ് ബിസിനസ്
മീറ്റിങ്ങുകൾക്കാണ് നിങ്ങൾ പോകണമെങ്കിൽ നിങ്ങൾ ലെറ്റർ ഫ്രം കമ്പനി എംപ്ലോയർ ഓർ കമ്പനി ലെറ്റർ ഹെഡ് വേണം. ഡീറ്റെയിലിംഗ് ദ അർജൻസി, ഡേറ്റ്സ് ആൻഡ് ദ ഫൈനാൻഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ കോൺസിക്വൻസസ്. നിങ്ങൾക്ക് $50,000 മേളിലുള്ള ഫൈനാൻഷ്യൽ കോൺസിക്വൻസസ് ഉണ്ടെന്ന് കാണിക്കുന്ന ലെറ്റർ മാൻഡേറ്ററി ആണ്. പിന്നെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഒറിജിനൽ I-20 വേണം, DS 2019 വേണം, പിന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ഡേറ്റ് വേണം, US കോളേജിൻ്റെ ലെറ്റർ വേണം, പിന്നെ നേരത്തെയുള്ള അപ്പോയിൻമെൻറ്റ് അവൈലബിൾ അല്ലെന്നൊരു പ്രൂഫും കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. സോ എല്ലാ ഡോക്യുമെന്റിലും നമ്മൾ അറ്റാച്ച് ചെയ്യുന്ന ഡോക്യുമെന്റ്സിൽ അതിനകത്തൊരു 1 ലൈൻ ഡിസ്ക്രിപ്ഷൻ നമ്മൾ പെൻ കൊണ്ട് എഴുതിയിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അപ്പോൾ അവർക്ക് നോക്കുന്ന ഓഫീസർ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കൂടെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഇതിനകത്ത് ഏറ്റവും ഐ ഹാവ് സേവ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് ഫോർ ദ ഫൈനൽ പാർട്ട്. സോ എപ്പോഴും നമ്മൾ അപ്ലൈ ഏർലി ആസ് പോസിബിൾ. രണ്ടാമത് നല്ല സ്പെസിഫിക് ആയിരിക്കണം. മൂന്നാമത് ലെറ്റ് ദ ഡോക്യുമെന്റ്സ് ഡു ദ ടോക്കിംഗ്. ഡോക്യുമെന്റ്സ് പ്രോപ്പർ ആയിരിക്കണം, കറക്റ്റ് ആയിരിക്കണം, ഒറിജിനൽ ആയിരിക്കണം. നാലാമത് ഡോണ്ട് എക്സാജറേറ്റ്. നിങ്ങൾ സിറ്റുവേഷൻ ഓവർ സ്റ്റേറ്റ് ചെയ്യരുത്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് റിലവൻറ്റ് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തിട്ട് എക്സ്പെഡിറ്റർ അപ്പോയിൻമെൻറ്റ് റിക്വസ്റ്റ് ചെയ്യുക. അല്ലാതെ അതിൽ റീസൺ കാണിക്കാനുള്ള ഭാഗത്ത് പാരഗ്രാഫ് കാണ്ടം എഴുതി വിടരുത്. വളരെ സ്പെസിഫിക് ആയിട്ട് വളരെ ബ്രീഫായിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ ഒറിജിനൽ അപ്പോയിൻമെൻറ്റ് എപ്പോഴും കീപ്പ് ചെയ്യുക, അത് ക്യാൻസൽ ചെയ്യാതിരിക്കുക. എക്സ്പെഡിറ്റർ അപ്പോയിൻമെൻറ്റ് റിക്വസ്റ്റ് അപ്രൂവ് ആയാൽ മാത്രം അത് ക്യാൻസൽ ചെയ്യുക. പിന്നെ ഇമെയിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇമെയിൽ ചെക്ക് ചെയ്യുക. പിന്നെ എക്സ്പെഡിറ്റർ അപ്പോയിൻമെൻറ്റ് ഡിനൈ ചെയ്തെന്ന് വെച്ചാൽ അതൊരു എൻഡ് അല്ല. സോ ജസ്റ്റ് നോ ദാറ്റ് ഡിനയൽ ഈസ് നോട്ട് ദ എൻഡ്. അപ്പോൾ ഒരു സ്ട്രോങ് ആപ്ലിക്കേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് വീണ്ടും സ്ട്രോങ് ഡോക്യുമെൻറ്റേഷൻ വെച്ചിട്ട് വീണ്ടും സപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നമുക്ക് സമ്മറി ഒന്ന് നോക്കാം. അപ്പം ഇതൊരു അർജൻറ്റ് അൺഫോർസീൻ സിറ്റുവേഷൻ മാത്രമാണ്. ഇപ്പോൾ മെഡിക്കൽ എമർജൻസി, ഫ്യൂണറൽ, ക്രിട്ടിക്കൽ, ബിസിനസ് ട്രാവൽ ഒക്കെ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ 2, കംപ്ലീറ്റ് യുവർ DVS 160, പേ ദ ഫീ. ആഫ്റ്റർ ദാറ്റ് schedule a regular appointment before requesting an expedited request. 3, submit your request to the official portal. Fill in the emergency request form, specific dates, details, and supporting document. 4, wait for 7 business days and wait for the email response. Always keep the original appointment without don't cancel it. If approved, go quickly, log into your portal and reschedule to the approved date. 6, attend the interview with all your documents, the emergency documents and all the normal documents. So, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു തംസ് അപ്പ് തരിക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സിറ്റുവേഷനെ കുറിച്ച് ക്വസ്റ്റ്യൻസോ നിങ്ങളുടെ ഒരു എമർജൻസി ട്രാവൽ റിക്വസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ധൈര്യമായിട്ട് പോസ്റ്റ് ചെയ്യുക. എന്നെ കൊണ്ട് അറിയാവുന്ന ഡീറ്റെയിൽസ് ഞാൻ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ്. പിന്നെ ബാക്കി എല്ലാ പോർട്ടലുകളും ലോഗിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണിക്കും. അതല്ലാതെ നിങ്ങൾക്ക് ലിങ്കുകളും റിസോഴ്സസും എല്ലാം വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലഭ്യമാണ്. So good luck with your visa and I will see you in the next video. Thank you so much for watching. All the very best, guys. Cheers.